എനിക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാനും സതീശന് പ്രൊഡക്ഷൻ മാനേജർ ആവാനും അരങ്ങേറ്റം കുറിക്കാനുള്ള ഒരു പ്രൊജക്റ്റായി മാത്രമാണ് ഞാൻ ആ സീരിയലിനെ അന്ന് കാണുന്നത്. ഞങ്ങളുടെ ഒരു വിധിയാണത്. അല്ലെങ്കിൽ എന്താ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരു സീരിയലോ സിനിമയോ നിർമ്മിക്കാൻ പോകുന്ന ഒരു നിർമ്മാതാവിന് പറ്റുന്ന അബദ്ധങ്ങളുടെ നീണ്ട കഥകൾ നമ്മുടെ സിനിമാ മേഖലയിലുണ്ട്. അത്തരമൊരു അബദ്ധമാണ് പാലക്കാട് പ്രൊഡ്യൂസർക്ക് പറ്റിയത്. അദ്ദേഹം ഒരു ദൂരദർശന് വേണ്ടി ഒരു സീരിയൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. ഒരു അറിവുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ വെച്ച് ചർച്ച ചെയ്യാനോ ഇതിനെന്തൊക്കെ സാമ്പത്തിക ചിലവ് വരുമെന്നോ ഒക്കെ പഠിക്കേണ്ട ഒരു ചുമതല അവർക്കുണ്ട് പ്രൊഡ്യൂസർമാർക്ക്. പല പ്രൊഡ്യൂസർമാർക്ക് ഈ അബദ്ധം പറ്റാറുണ്ട്. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. ഒരു ഡയറക്ടർ വേണം തീരുമാനിച്ചു. അപ്പോഴാണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു നല്ല ഡയറക്ടർ ഉണ്ടെന്ന് വിവരം കിട്ടി. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം തയ്യാറായി. ഇപ്പോൾ ഒരു സീരിയൽ ചെയ്യുന്ന നമ്മൾ ചെയ്യുമല്ലോ. എന്നിട്ട് നോക്കാം, ഇതിന് പിന്നീട് വരുന്ന കുറേ എക്സ്പെൻസസ് ഉണ്ടല്ലോ. അപ്പോൾ ആർട്ട് ഡയറക്ടർ വയ്ക്കണം, ആർട്ട് പ്രോപ്പർട്ടി വാങ്ങണം, കോസ്റ്റ്യൂംസ് വാങ്ങണം, കോസ്റ്റ്യൂമർ വെക്കണം, മേക്കപ്പ് മാൻ വേണം. ഇത് കഴിഞ്ഞ് ലൊക്കേഷൻ കണ്ടെത്തുമ്പോൾ അതിൻ്റെ ചിലവുകളുണ്ട്, റൂമിൽ താമസിക്കണം, ഫുഡ് കൊടുക്കണം എല്ലാവർക്കും. ഇത് അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട് ഒരു സീരിയലായാലും. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ സ്റ്റുഡിയോയിലേക്ക് എത്തുമ്പോൾ സ്റ്റുഡിയോ വർക്കിൻ്റെ ഒരു ഭാരിച്ച ചുമതല വേറെയും കിടക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഞാനും സീരിയൽ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ട് അതിൻ്റെ ഒരു കണക്ക് എഴുതി കൂട്ടി വരാവുന്ന ചിലവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൺട്രോളർ പോലും ഇല്ലാതെ എഴുതി കൂട്ടി. അങ്ങനെ ഡയറക്ടർ വന്നു. ഷൂട്ടിംഗ് നമുക്ക് തിങ്കളാഴ്ച തുടങ്ങിയല്ലേ തീരുമാനിക്കുന്നു. സ്ക്രിപ്റ്റ് ഉണ്ട്, ഷൂട്ടിംഗ് തുടങ്ങുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ ഷൂട്ടിങ്ങിൻ്റെ രാവിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറെ വെക്കുകയും ഷൂട്ടിങ്ങിൻ്റെ രാവിലെ നീ പ്രൊഡക്ഷൻ മാനേജർ അയക്കുക എന്ന് പറയുന്ന ഒരു ലൂസ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഒരു സിനിമയായാലും സീരിയലായാലും പ്രൊഡ്യൂസർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റും മണ്ടത്തരവുമാണെന്ന് പറയാനാണ് ഈ എപ്പിസോഡ് ഞാൻ വരുന്നത്. പാലക്കാട് സംഭവിച്ചത് മറ്റൊന്നല്ല. ഷൂട്ടിംഗ് തുടങ്ങി 4ാമത്തെ ദിവസമായപ്പോഴേക്ക് പൈസ തീർന്നു. പ്രൊഡ്യൂസർ അങ്ങനെ വലിയ പ്രൊഡ്യൂസറല്ല, അധികം ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. സ്വാഭാവികമായിട്ടും റൂം റെൻറ്റ് മറ്റൊക്കെ കൊടുത്തു വന്നപ്പോഴാണ് 4ാമത്തെ ദിവസമായപ്പോഴേക്ക് സാമ്പത്തിക ചിലവ് ഒരു 8 ദിവസത്തെ ഷൂട്ടിംഗ് പറഞ്ഞാൽ എത്തില്ല എന്ന് പ്രൊഡ്യൂസർക്ക് മനസ്സിലാവുന്നു. ഇത് കൂടാതെ മറ്റൊരു ദുരന്തം, ദൂരദർശൻ ഒരു സീരിയൽ നാളെകളിലേക്കുള്ളൊരു അനുഭവ പാഠം കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. ദൂരദർശനായാലും ഏഷ്യാനെറ്റ് ആയാലും സൂര്യ ആയാലും ഏത് ചാനലായാലും ആദ്യം തന്നെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വ്യക്തമായിട്ട് എഴുതി അതിൻ്റെ ഡയറക്ടറാണ്, ക്യാമറാമാൻ ആര് എന്നുള്ളൊരു ചാർട്ടൊക്കെ എഴുതി ഉണ്ടാക്കി ഇത് ആ ചാനലിൻ്റെ ഒരു പാനലിന് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് അവരത് കണ്ട് വിലയിരുത്തി ഇത് ആദ്യത്തെ ഒരു 4 എപ്പിസോഡിൻ്റെ പൈലറ്റ് എടുത്ത് വരൂ എന്ന് പറയുമ്പോൾ ആ പൈലറ്റ് ഇതിൻ്റെ പ്രൊഡ്യൂസർ കാശ് മുടക്കി എടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുത്ത് ആ പാനൽ അതിൻ്റെ ഷൂട്ടിങ്ങും അതിൻ്റെ ഡയറക്ഷനും അതിൻ്റെ കാര്യങ്ങളും ആർട്ടിസ്റ്റൊക്കെ അംഗീകരിച്ചിട്ട് ഇത് അംഗീകരിച്ചു എന്ന് പറയുമ്പോഴേ ഇതിന് നമുക്ക് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യാനുള്ള അനുവാദമാകുന്നുള്ളൂ. അതിന് ശേഷമാണ് ഇതിൻ്റെ യഥാർത്ഥ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഇത് ചെയ്ത് കഴിച്ചിട്ടുള്ള ഈ സാധനം സ്റ്റുഡിയോ വർക്കും കഴിഞ്ഞ് എഡിറ്റിംഗ് ഡബിങ് എത്ര കാശ് വേണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് 4 എപ്പിസോഡും എടുത്തതുമായിട്ട് ചാനലിൽ എന്ന് കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്ത പൈസയൊക്കെ പോയില്ലേ, സബ്ജക്റ്റ് പറ്റിയില്ല എന്ന്. അപ്പോൾ ഇത് മുൻകൂട്ടി ചെയ്യേണ്ട ഒരു ബാധ്യത ഉള്ള പ്രൊഡ്യൂസർ ഇതൊന്നും അറിയാത്തത് കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു സെറ്റപ്പ് തട്ടിക്കൂട്ടി ചെയ്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ദുരന്തം കൂടി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഇത് നിർത്തിവെച്ചത്. വീണ്ടും ഞാനും സതീശനും പറഞ്ഞ പോലെ ഭാവി ചെല്ലുന്ന പാതാളം എന്ന് പറഞ്ഞ പോലെയാണ്. ആദ്യത്തെ ഒരു പ്രൊജക്റ്റ് അങ്ങനെ പോയി, 2ാമത്തെ പ്രൊജക്റ്റ് ഡബിങ്ങിന് പോയിട്ട് നിർത്തി പോരേണ്ടി വന്നു. 3ാമത് ഈ കിട്ടിയ പ്രൊജക്റ്റ് 4ാമത്തെ ദിവസം ഷൂട്ടിംഗ് മുടങ്ങി മുന്നോട്ട് പോയില്ല എന്ന് മനസ്സിലായി. ഒരേ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് രഘുനാഥ് NB എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ പരിചയപ്പെടാൻ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആവാനും കഴിഞ്ഞു. അതുകൊണ്ട് പിന്നീട് എനിക്ക് സിനിമാ മേഖലയിലേക്ക് വളരെ ശക്തമായിട്ട് വരാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടായ കഥ പിന്നെ പറയാം. സതീശനാമാരി പ്രൊഡക്ഷൻ മാനേജർ പനി എന്തെന്ന് തുടക്കം കുറിച്ച് മനസ്സിലാക്കാൻ സതീശനും കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞൊക്കെ നിർത്തി വെച്ചോറിന് എല്ലാവരും പാക്ക് ചെയ്തു. ഞങ്ങൾ നാട്ടിലേക്ക് വന്ന് 10 പൈസ കയ്യിലില്ലാതെ. ഇതൊക്കെ സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലും മുമ്പ് നടന്നിട്ടുള്ള കാര്യമായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു ദുരിതത്തിൽ ഈ പ്രൊജക്റ്റും വഴിയിൽ നിന്നുപോയതിൻ്റെ ഒരു ദുർഘടം പിടിച്ച മാനസികാവസ്ഥയിൽ വീണ്ടും സിനിമ സീരിയൽ മേഖല ഇത്രയും മോശമാണെന്നുള്ള വികാരത്തോടു കൂടി തന്നെയാണ് ഷൊർണൂരിലേക്ക് ഞാൻ വന്നത്. വീണ്ടും എന്ത് സിനിമ എന്തിനു വേണ്ടാന്ന് തീരുമാനിച്ചാലും അവിടെ നിൽക്കുക ആയിട്ടില്ല, ആ സിനിമയിലേക്ക് വായെന്ന് പറയാനുള്ള അനുഭവം പോലെ അടുത്ത സിനിമ കിട്ടിയ കഥ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. ഓക്കെ.